തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIR നടപ്പിലാക്കാനുള്ള ശ്രമം സംശയവും ആശങ്കയും ഉണ്ടാക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരക്കിട്ട് നടപ്പാക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക പരിശോധന സംബന്ധിച്ച പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. അതിലെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ്. പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ SIR പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലും ട്രഷറി നിയന്ത്രണത്തിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2 മണിവരെയാണ് ചർച്ച. ചൊവ്വാഴ്ച പിരിയുന്ന സഭ പിന്നീട് ഒക്ടോബർ 6 മുതൽ 10 വരെ ചേരും. ഈ സാഹചര്യത്തിൽ വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഓരോ സെക്ടറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഏത് വിഭാഗം ജനങ്ങളെയാണ് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ അവസ്ഥ ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സാർ, നിരന്തരം ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് അങ്ങ് മിനിസ്റ്ററായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പെർഫോമൻസ് അങ്ങാറിയും ഈ പാഡി പ്രൊക്യൂർമെന്റിൽ മാത്രം നിങ്ങൾ 359 കോടി കൊടുക്കാനുണ്ട്. അതുപോലെ വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു റബ്ബറിന്റെ താങ്ങുവില 250 ആക്കുമെന്നുള്ളത്. ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ല. കാർഷിക മേഖലയിൽ ഓരോ വിളകൾ എടുത്തു പറഞ്ഞാൽ എല്ലാവർക്കും നിരാശയാണ്. ഞാൻ അങ്ങേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനായി പലവട്ടം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് വലിയ അംബീഷ്യസ് ആയിട്ട് IFBI അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞത് 14 ആഗ്രോ പാർക്കുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സാർ, ഒരു ആഗ്രോ പാർക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുതുതായി വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കണം. ഇനിയിപ്പോ കർഷകരെ വിട്ട് തൊഴിലാളികളിലേക്ക് വന്നാൽ നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ള നിരവധി വട്ടം ഉന്നയിച്ചിട്ടുള്ളതാണ്. ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പൈസ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. അവർക്ക് ഉള്ള വെൽഫെയർ മെഷേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ താല്പര്യക്കാരായിട്ടുള്ള 256 പേരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലുമായി പോയപ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ആദ്യം അവർക്ക് കൊടുത്തു തീർക്കാനുള്ള പൈസ കൊടുത്തു തീർത്തിട്ട് നിങ്ങൾ റെഗുലറൈസേഷൻ അല്ലെങ്കിൽ ജോലി സ്ഥിരപ്പെടുത്താൻ പോയാൽ മതി എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ജീവനക്കാർ